വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ ഒന്നിൻ്റെയും റെസിപ്പിയല്ല, നമ്മുടെ സ്വന്തം മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടത്, നല്ല നാടൻ കറി, അതിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അത് പോരാതെ നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ, അതായത് നമ്മൾ കടയിൽ നിന്ന് മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതെങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കൊന്ന് മയക്കിയെടുക്കാം. അതായത് സാധാരണ മൺചട്ടി മയക്കാനായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് 2-3 ദിവസമൊക്കെ നമ്മൾ പൊതുവെ വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മയക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ടിപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ വെൽക്കം ടു ദ വ്ളോഗ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ മൺചട്ടി ഒന്ന് മയക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നാടൻ രീതിയിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചല്ലോ, അതിൻ്റെ അകത്തും പുറത്തും ഞാൻ തലേദിവസം രാത്രി തന്നെ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതേ ചായപ്പൊടിയാണ്. അതിന് കണക്കൊന്നുമില്ല, അത്യാവശ്യം കുറച്ചധികം ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. അപ്പോൾ ഈ മൺചട്ടിയൊക്കെ സാധാരണ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതുമ്പോൾ പിടിക്കുമ്പോൾ ഒരു ഒട്ടൽ പോലെ തോന്നും. നമുക്ക് കൈ കൊണ്ട് അതുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. നമ്മളതിൻ്റെ പുറം ഭാഗത്തും അതുപോലെ അകം ഭാഗത്തും നമ്മൾ നല്ലതുപോലെ ഓയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ച് മറിയട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളക് ഒരു 3-4 ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു എരിവിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മീൻ മുളകിട്ടതാകുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചോറിൻ്റെ കൂടെ അത് കഴിക്കാനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത്, അതിങ്ങനെ നീളനെ കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ആദ്യം സെറ്റ് ആവട്ടെ, അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഉലുവയൊക്കെ അത്യാവശ്യം നല്ലപോലെ വാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ചേർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ മുളകിട്ടതിൻ്റെ കളറൊക്കെ ഒന്ന് സെറ്റായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് അതൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മൺചട്ടിയാണ്, പെട്ടെന്ന് ചൂടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ പൊടികളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും.
അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചട്ടി മയക്കാൻ വെച്ചത് കണ്ടില്ലേ, വെള്ളം വറ്റി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അത് തിളച്ച് മറിയട്ടെ. അതൊരു 1/4 ഭാഗം ആയതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പൊടിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരൊറ്റ കുടംപുളിയാണ് എടുത്തിട്ടുള്ളൂ. കഴുകി വൃത്തിയാക്കി കുറച്ച് നല്ല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് ആ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുടംപുളി നിങ്ങളുടെ പുളിക്കനുസരിച്ച് 1-2 പീസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പൊതുവെ കുറച്ച് പുളി കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് അത് കാരണം കൊണ്ടാണ് ഒരു പീസ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ പുളി വേണമെങ്കിൽ 1.5 തക്കാളി മുതൽ 2 തക്കാളി വരെ എടുക്കാം. ഞാനിപ്പോൾ 1.5 തക്കാളി അല്ലെങ്കിൽ സാധാരണ ഞാൻ 1 തക്കാളി എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 1/2 തക്കാളി ബാക്കി കൂടി ഇരിക്കുന്നുണ്ടപ്പോൾ അതും കൂടി ഇതിലേക്ക് എടുത്തിട്ടൊന്നു മാത്രം, അതുകൊണ്ട് 1.5 തക്കാളി. ഓക്കെ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുടംപുളിയൊക്കെ അതിൽ കിടന്ന് നല്ലപോലെ തിളച്ച് ആ പുളിയുടെ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി കറിയിൽ അത്യാവശ്യം പാകത്തിനുള്ള പുളി ആവുന്നവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി അതവിടെ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് നമുക്കിതിൽ പുളി എടുത്ത് മാറ്റിയതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കറിയുടെ ഇടയിൽ ഇവിടുന്ന് പാല് വന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. കുറച്ച് ഡേറ്റ് കഴിഞ്ഞ പാലുണ്ടായിരുന്നപ്പോൾ അത് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് കട്ട തൈര് ചേർത്തിട്ട് ഒഴിച്ച് വെച്ചതാണ് മോരാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മോര് കറി ഉണ്ടാക്കുമ്പോഴോ കാളൻ ഉണ്ടാക്കുമ്പോഴോ കുറച്ച് പുളിയുള്ള തൈരോ അല്ലെങ്കിൽ മോരോ ചേർക്കാമല്ലോ, അതൊരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ചെയ്യുന്നതാണ്, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഈ ചൂടായതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അവസ്ഥ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാകത്തിന് പുളി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇനി ആ കുടംപുളി എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് കുടംപുളി അതിലിട്ട് തിളപ്പിക്കാം. അപ്പോൾ നല്ല പുളിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചധികം നേരം കിടന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പാകത്തിനായപ്പോൾ അതിൽ നിന്നെടുത്ത് മാറ്റുകയാണ്. ഇനി അതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് പുളിയാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മോരിനുള്ളത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈരും നല്ലോണം അതിൽ മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ അധികം നമ്മൾ ഇളക്കാൻ നിൽക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇനി അവസാനത്തെ മിനുക്ക് പണികളിലേക്ക് കിടക്കാം. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, മീൻ മുളകിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെ കാര്യം പിന്നെ പറയണ്ട, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ ചൂടോട് കൂടി തന്നെ അങ്ങോട്ട് അടച്ചു വയ്ക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം മൺചട്ടിയിൽ കിടന്ന് തിളയ്ക്കുമല്ലോ. അപ്പോൾ ആ തിളയുടെ ചൂടോട് കൂടി തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ നമുക്ക് തുറന്നാൽ മതി. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മൺചട്ടി മയക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരഭാഗത്തോളം വെള്ളം വറ്റി വന്നപ്പോൾ ഞാനതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഒട്ടലോ പിടിക്കലോ ഒന്നുമില്ല, നല്ലതുപോലെ മയങ്ങി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ പ്രവാസികളായ നമ്മളെ പോലുള്ളവർക്കൊക്കെ മൺചട്ടി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കറിയൊക്കെ വെക്കാൻ തോന്നിയത് മയക്കിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പപ്പണിയാണ് ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുക. നല്ലതുപോലെ തിളപ്പിച്ച് പകുതിയാവുമ്പോൾ ഓഫ് ചെയ്ത് കഴുകി വൃത്തിയാക്കാം. അപ്പോഴേക്കും മീൻ മുളകിട്ടതിൻ്റെ ചന്തൊന്ന് നോക്കിയേ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഐക്കോറ മുളകിട്ടതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മത്തി മുളകിട്ടതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊന്നും ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് മത്തിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എത്രയൊക്കെ ആയാലും മത്തി പൊരിച്ചത് അല്ലെങ്കിൽ മത്തി കറി വെച്ചതൊക്കെ മറ്റുള്ള മീനുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന മീൻ തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അത്രയും എളുപ്പമുള്ള കറി വേറെ ഇല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഊണ് കഴിച്ചിട്ടാവും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. So guys, that's all about today's video. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. So see you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.